ഈ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയാലോ. അത് ആപ്പിൾ ആൻഡ് റൂബാർഡ് പായസമാണേ. സോ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു ടേസ്റ്റിയായ പായസം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 2 ബ്രാവോ വെറൈറ്റി ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നെല്ലാം നല്ലതായിട്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. അതുപോലെ റൂബാർബ് അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തിട്ട് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചെടുക്കുക. നടുവേ ഒന്ന് കീറിയിട്ട് പിന്നെ ഒന്നോടെ 2ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേനും അങ്ങ് അലിഞ്ഞു പോവുക, പിന്നെ ഒരു ഫൈബറസ് ഇതായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. ഒരു ചൂടുകട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആപ്പിളും റൂബാബും കുറച്ച് വെള്ളത്തോടെ ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണേ. വെന്ത് ചെറിയ തീയിൽ വേവിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം പറ്റി വരും. അതാണ് അതിൻ്റെ പരുവം. ഇങ്ങനെ വെള്ളം പറ്റി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 350 grams ഓഫ് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ശർക്കര നീരി കിടന്ന് ഇത് കുറച്ച് നേരം വേവണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ജലാംശം മുഴുവൻ വറ്റിപ്പോണം. ഇത് ഈ റൂബാർബും ആപ്പിളും എല്ലാം ഈ ശർക്കര നീരി കിടന്ന് നന്നായിട്ട് വഴന്ന് വരണം. എന്നാലാണ് അപ്പോഴാണ് ഇതിനൊരു നല്ല ഫ്ലേവർ പിടിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ നെയ്യ് കട്ടിയായിട്ടിരിക്കുന്നത്. ഇനി നെയ്യും ശർക്കര പാവും അതുപോലെ ആപ്പിളും റുബാബും മിക്സ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1/2 കപ്പ് ചവ്വരി അഥവാ സേഗോ കുക്ക് ചെയ്തത് ആഡ് ചെയ്യുവാണേ. ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര നീരിലും റൂബാർബിൻ്റെയൊക്കെ കൂടെ കിടന്ന് സേഗോയും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് ലൈറ്റ് മിൽക്ക് അഥവാ 2ാം പാൽ ആഡ് ചെയ്യുവാണേ. ഇതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബബിൾ വരണത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നല്ലതായിട്ട് തിളച്ച് ബബിൾ വന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഏകദേശം ആകാറായിട്ട് നല്ലൊരു വാസന വരുന്നുണ്ട്. പായസത്തിൻ്റെയൊക്കെ ഒരു മണം ഇപ്പോഴേ വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചുക്കുപൊടിയും ഏലക്കായും പൊടിച്ചിട്ടുണ്ട്. ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പായസത്തിലേക്ക്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ആ ചൂടത്തിരുന്ന് അതൊന്ന് പാകമായി വന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്ത കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതായത് നമ്മുടെ ആപ്പിൾ ആൻഡ് റൂബാബ് പായസം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാം. നല്ലൊരു ഫ്രൂട്ടി ഫ്ലേവറാണ്. ഈ ആപ്പിളിൻ്റെ കഷ്ണമൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ സാധാ പായസമല്ലേ ശർക്കര പായസം, അത് നമ്മൾ പഴമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കത്തില്ലേ, ആ ഒരു ഫ്ലേവറാണ് ഇതിന്. പിന്നെ ഒരു ചെറിയ സാർനെസ്സും ഉണ്ട് ആ റൂബാബിൻ്റെ. ബട്ട് നല്ലൊരു പായസം. നിങ്ങളും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് റൂബാബൊക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.